ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ലധികം ടിപ്സുമായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് ഒരു പാക്കറ്റ് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലിൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടിൻ്റെ സ്മെല്ലാണ് ഇഷ്ടമെങ്കിൽ അത് മാത്രമായാലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിത് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. എയർ ഫ്രഷ്നർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. വില കൂടിയ എയർ ഫ്രഷ്നർ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ള സ്മെല്ല് ഏതാണോ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കർട്ടനിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് ഇങ്ങനെ റൂമിൽ തങ്ങി നിൽക്കൂട്ടോ. ഇനി ഇത് വെച്ച് തന്നെ മറ്റൊരു ഉപയോഗം, നമ്മൾ അലക്കി കഴിഞ്ഞ ഡ്രസ്സിൽ കംഫർട്ട് ഒഴിക്കാൻ മറന്നു പോയാൽ ഇതുപോലെ ചെയ്താൽ മതി. ഈ ഡ്രസ്സിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അയൺ ചെയ്തെടുത്താൽ മതി. കോട്ടൻ്റെ തുണികളൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഒന്ന് നനച്ചിട്ടെടുക്കാറല്ലേ പതിവ്. ഈ കംഫർട്ടിൻ്റെ വെള്ളം ഉപയോഗിച്ച് നനച്ച് ഇസ്തിരിയിട്ടാൽ മതി. കുട്ടികളുടെ യൂണിഫോമൊക്കെ ആകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടുമ്പോൾ മുഷിഞ്ഞ മണം വരില്ലേ? ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു മണവും ഉണ്ടാവില്ല, നല്ല സ്മെല്ലായിട്ടിരിക്കും. തുണികളിൽ കംഫർട്ട് ഒഴിച്ച് കഴുകുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. എല്ലാ ദിവസവും തുണികൾ കഴുകുമ്പോൾ കംഫർട്ട് ഒഴിച്ചല്ലേ കഴുകാറ്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ വുഡ് ഷോപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മടക്കി എടുത്ത് വെക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടൊന്ന് മടക്കി വെക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഷോപ്പർ നല്ലതുപോലെ നിവർത്തി എല്ലായിടവും ഒരുപോലെയാക്കി ചുളിവുകളെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കണം. നല്ല സൂപ്പറായിട്ട് തന്നെ ഇത് കിട്ടും. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ മടക്കിയെടുത്താൽ ഹാങ് ചെയ്തിടാനും പറ്റും. ഇതുപോലെ മടക്കിയെടുത്ത് ഹാങ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് പെട്ടെന്ന് നമുക്ക് എടുത്തുപയോഗിക്കാനും പറ്റും. അടുത്തത്, ഇതുപോലെയുള്ള റോളറുകൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയാറല്ലേ? ഇനി ഇത് കളയണ്ട. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ ഈ ഭാഗത്തുള്ള മുത്തെടുത്തിട്ട് നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുക്കണം. ചൂടുവെള്ളത്തിൽ ഇട്ട് ക്ലീനാക്കി തുടച്ചെടുക്കണം. ഇതിൻ്റെ ലിഡ് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബോഡി ക്രീം ഇതിലാക്കി കൊടുത്താൽ നല്ലതുപോലെ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു മസാജും കിട്ടുന്നതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇത് ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.